കർത്താവിൻ്റെ ധന്യ തിരുനാമം ഈ ഉച്ച കഴിഞ്ഞ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടും സന്തോഷത്തോടുമായിരിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ദൈവദാസൻ, ഞാൻ വളരെ സ്നേഹിക്കുന്ന ഷാജി എം സ്കറി അവർകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തോടുള്ള വന്ദനം ചൊല്ലുന്നു. വിശേഷാൽ ഈ മഹായോഗത്തിൻ്റെ ഏറ്റവും മധ്യഭാഗത്ത് ദൈവവചനം സംസാരിപ്പാൻ എനിക്ക് ഇപ്രകാരം ഒരു അവസരം വേർതിരിച്ച, ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കേരള സ്റ്റേറ്റിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാസ്റ്റർ വൈ റിജി അവർക്ക് വളരെ ആത്മാർത്ഥമായ വന്ദനം ഞാൻ ചൊല്ലുന്നു. എന്നോടൊപ്പം ഈ വേദിയിൽ ആയിരിക്കുന്ന ദൈവദാസന്മാർ, സദസ്സിലായിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ ഞാൻ വളരെ ആത്മാർത്ഥമായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് ഈ പകലിൽ നമുക്കായിരിക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ചിന്തകൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിക്കുവാനിടയായിത്തീർന്നു. ഇന്ന് തീർച്ചയായും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവാലോചന ഡോക്ടർ ബോബി അവർകൾ നമ്മുടെ മധ്യത്തിൽ സംസാരിക്കാനിടയായിത്തീർന്നു. പിന്നെയും പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. നമ്മുടെ കൺവെൻഷൻ്റെ പൊതുവായ തീം കർത്താവിൻ്റെ മടങ്ങിവരവും സഭയുടെ ഒരുക്കവും എന്നതാണ്. ആ തീം നിലനിൽക്കുമ്പോൾ തന്നെ കൺവെൻഷൻ്റെ ഈ മധ്യഭാഗത്ത് പ്രധാനപ്പെട്ട, ഇന്നേ ദിവസത്തെ പ്രധാനപ്പെട്ട തീം ദൗത്യനിർവഹണമാണ്. സ്തോത്രം. മിഷൻ ചലഞ്ചാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം. കർത്താവിൻ്റെ വരവും മിഷനും തമ്മിൽ ക്ലബ്ബ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഇന്ന് ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഓരോ വാക്കുകളും വിവാദമാകുന്ന ഒരു കാലഘട്ടമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ലൈവ് സ്ട്രീമിംഗ് ആണ്. ഞാൻ ലൈവ് സ്ട്രീമിങ്ങിന് എതിരല്ല. ഞാൻ വളരെ ആ കാര്യങ്ങൾ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ എങ്കിൽ പോലും പഴയ കാലങ്ങളിൽ ഇന്ന് സംസാരിക്കുന്ന അതിൻ്റെ 10 മടങ്ങ് തീവ്രതയിൽ സംസാരിച്ചിട്ടും പലതും വിവാദമായില്ല. കാരണം ഇരുന്ന ഒരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റിയോട് മാത്രം സംസാരിച്ചിരുന്നപ്പോൾ ഇന്ന് ഓരോ വാക്കുകളും പലപ്പോഴും വിവാദമാകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഭയത്തോടെ സംസാരിക്കണമെന്ന് ഞാനും ചിന്തിക്കുന്നു. മിക്കവാറും സഭകളിലെല്ലാം ഈ ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്. ലൈവ് സ്ട്രീമിംഗ് വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അവർ ലൈവിന് വേണ്ടി സംസാരിക്കും, സഭയോടല്ല സംസാരിക്കുന്നത്. എനിക്ക് സഭയോടാണ് സംസാരിക്കാനുള്ളത്, ലൈവിനോടല്ല സംസാരിക്കാനുള്ളത്. സ്തോത്രം. വളരെ ആത്മാർത്ഥമായി ഞാനത് ആമേൻ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രസംഗിക്കുന്ന സമയം ലൈവ് ഉണ്ടെന്ന് മറന്നു പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാലേ എനിക്ക് സത്യസന്ധമായി പറയാൻ കഴിയുള്ളൂ. ബോബി സാറ് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ലൈവുണ്ട് എന്നുള്ള ഭയത്തോടെ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. നമുക്ക് അത് മനസ്സിലാക്കാനിടയായി. പ്രിയമുള്ളവർ, വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. ഇന്ന് പകൽക്കാലം ഈ ഉച്ചയായ സമയം പ്രാരംഭത്തിൽ അധ്യക്ഷൻ വായിച്ച ചെറിയ ഒരു ഉപക്രമം പറഞ്ഞ അതേ വാക്യമാണ് ഞാനും ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായി ചിന്തിച്ച് ഇരിക്കുന്ന ദൈവവചന ഭാഗം. കർത്താവ് എനിക്ക് നൽകിയ ദൈവവചനം മത്തായി എഴുതിയ സുവിശേഷം
അതിൻ്റെ 24-ാം 14-ാമത്തെ വാക്യം. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 24-ാം 14-ാം വാക്യം. അതിങ്ങനെയാണ്: രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ഞാൻ ഈ വാക്യം ഒരിക്കൽ കൂടെ വായിക്കുന്നു. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. അവസാനം വരുന്നതിനെയും പ്രസംഗിക്കപ്പെടുന്നതിനെയും വളരെ കൃത്യമായി മത്തായി സുവിശേഷകൻ ആമേൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ആമേൻ, നാം ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. ഒന്ന്, യേശുവിൻ്റെ ഒന്നാമത്തെ വരവ്, ആദ്യം സംഭവിച്ച കാര്യം. രണ്ട്, ഇനി സംഭവിക്കാനുള്ളത് യേശുവിൻ്റെ രണ്ടാമത്തെ വരവ്. ഈ രണ്ട് പ്രധാന സംഭവങ്ങളുടെ ഇടയിൽ നമുക്ക് ജീവിക്കാൻ ഒരു അവസരം ദൈവം തന്നു. നാം മനസ്സിലാക്കുമ്പോൾ രണ്ട് ഉയർപ്പുകളുടെ ഇടയിലാണ് നാം ജീവിക്കുന്നത്. യേശുവിൻ്റെ ഉയർപ്പ് എന്ന ഒന്നാമത്തെ സംഭവം, ഇനി നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവമായ വിശുദ്ധന്മാരുടെ ഉൽപ്രാപണമെന്ന ഒരു മഹാസംഭവം. ഈ രണ്ട് മഹാസംഭവങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും അവൻ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട, കരുതേണ്ട, കണക്കാക്കേണ്ട ഒരു വിഷയമാണ് ദൗത്യ നിർവഹണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവ് എന്ന വിഷയത്തെ ആസ്പദമാക്കി നാം സംസാരിക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് എന്ന വിഷയം ഒരു എക്സ്ട്രീമിൽ നിൽക്കുമ്പോൾ മറ്റൊരു എക്സ്ട്രീമിൽ നിൽക്കുന്ന വിഷയമാണ് യേശുവിൻ്റെ വരവിന് വേണ്ടി വിളിക്കപ്പെട്ട ദൈവസഭയുടെ ദൗത്യം എന്ന് പറയുന്നത്. സ്തോത്രം. ഇത് രണ്ടും ഒന്നുപോലെ, ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളും എന്നതുപോലെ സഭ മനസ്സിലാക്കണം. സ്തോത്രം. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെട്ട് മൗനമായിരിക്കാനല്ല, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെട്ട് മറ്റുള്ളവരെ ആ വരവിൽ എടുക്കപ്പെടാൻ യോഗ്യരാക്കി മാറ്റാൻ പ്രയത്നിക്കുന്നവരായി സഭ മാറണം. സഭ സ്റ്റാറ്റിക്കായിരിക്കരുത്. സഭ സ്റ്റാറ്റിക്കായിരിക്കരുത്. സഭ ഇങ്ങനെ നിശ്ചലമായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മറിച്ച് സഭ എപ്പോഴും പ്രവർത്തന നിരതമായിരിക്കണം. സഭ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. കർത്താവിൻ്റെ വരവിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ ഓർപ്പിച്ച് സഭയുടെ ദൗത്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. കർത്താവിൻ്റെ വരവ്, ഒന്നുകൂടെ പറഞ്ഞാൽ യേശുവിൻ്റെ ഒന്നാമത്തെ ആഗമനം, ലോകത്തിൻ്റെ രക്ഷയ്ക്കായി, മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി യേശു വന്നു. യേശു വന്നപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല യേശുവിൻ്റെ ഒന്നാമത്തെ വരവ്. യേശുവിൻ്റെ ഒന്നാമത്തെ വരവിന് ലോകത്തെ വളരെ വ്യക്തമായി ഒരുക്കിക്കൊണ്ടിരുന്നു. കുറഞ്ഞത് ഒരു 1500 വർഷത്തെ ഒരുക്കം യേശുവിൻ്റെ വരവിനു വേണ്ടി ലോകത്തെ ദൈവം ഒരുക്കി. പ്രൈസ് ദ ലോർഡ്. യേശു ഈ ഭൂമിയിൽ വന്നു എന്ന് നാം പ്രസംഗിക്കുമ്പോൾ, നാം പ്രഖ്യാപിക്കുമ്പോൾ, ചെറിയ ട്രാക്റ്റുകൾ കൊടുത്ത് മറ്റുള്ളവരോട് പറയുമ്പോൾ പലരുടെയും വിചാരം അത് ഒരു ചെറിയ സംഭവമായിരുന്നു എന്നാണ്. എന്നാൽ ഇന്ന് ഈ ഉച്ചയായ സമയം ഞാൻ വളരെ ആത്മാർത്ഥമായി ശക്തമായി പറയട്ടെ, യേശുവിൻ്റെ ഒന്നാമത്തെ ആഗമനം എന്ന് പറയുന്നത് ഈ ഭൂലോകത്തെ സ്വർഗത്തിലെ ദൈവം കൃത്യമായി ഒരുക്കിയിരുന്നു. ഈ പ്രിപ്പറേഷൻ അഥവാ ഒരുക്കം എന്ന് പറയുമ്പോൾ ഞാൻ പാർക്കുന്നത്
തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഒരു വശത്താണ്. എൻ്റെ സഭ തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ മറ്റൊരു വശത്തായിട്ട് വരും. ഞാൻ ഈ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ, വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, ചില സന്ദർഭങ്ങളിൽ രാത്രികാലങ്ങളിൽ പോലീസുകാരവിടെ ഉണ്ടാകും. വഴിയിൽ തടഞ്ഞു നിർത്തും, നമ്മുടെ പേര് ചോദിക്കും, അഡ്രസ്സ് ചോദിക്കും, ഫോൺ നമ്പർ ചോദിക്കും. എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു പരിശോധനയാണ്. നമ്മളെ പറഞ്ഞു വിടും. നമ്മൾ വിചാരിക്കും എന്തോ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ പ്രധാനപ്പെട്ട ജംഗ്ഷനിലെല്ലാം പോലീസുകാർ നിൽക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി കാണും. അടുത്ത ജംഗ്ഷനിൽ പോകുമ്പോൾ അവിടെയും പോലീസുകാരുണ്ടാകും. ചില ദിവസങ്ങൾ കൂടെ കഴിയുമ്പോൾ ഓരോ സ്ഥലത്തും ഒരു 100 മീറ്റർ അകലത്തിൽ പോലീസുകാരുണ്ടാകും. നമുക്ക് ആകാംക്ഷയാകും, എന്താണ്? ചില ദിവസങ്ങൾ കൂടെ കഴിയുമ്പോൾ പോലീസുകാരുടെ യൂണിഫോമിൽ ഒരു ചെറിയ ബാഡ്ജ് ഇവിടെ ഉണ്ടാകും. എല്ലാവരുടെയും യൂണിഫോമിൽ സ്പെഷ്യൽ ഡ്യൂട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഏതോ ഒരു VVIP വരുന്നുണ്ട്. Z കാറ്റഗറി പ്രൊട്ടക്ഷൻ, VVIPക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ. പ്രധാനമന്ത്രി വരുമ്പോൾ, പ്രസിഡന്റ് വരുമ്പോൾ ഒരു സ്ഥലം മുഴുവൻ ആ വ്യക്തിയെ എതിരേൽക്കാൻ ഒരുങ്ങുന്നു. അവിടെയുള്ള റോഡുകൾ ടാറിടും, കത്താത്ത വഴിവിളക്കുകൾ കത്തിക്കും, മനോഹരമായി വീഥികൾ വൃത്തിയാക്കി അവർ പ്രധാനമന്ത്രിയെ വരവേൽക്കും. പ്രിയമുള്ളവരെ, ഒരു പ്രധാനമന്ത്രിയുടെ വരവ് കുറഞ്ഞത് 1 മാസം ഒരു സ്ഥലത്തെ പ്രിപ്പയർ ചെയ്താണ് പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതെങ്കിൽ, ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് യേശുവിൻ്റെ വരവിന് ലോകത്തെ ഒരുക്കിയത് ഏകദേശം 1500 വർഷമാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ വരവെന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമായിരുന്നില്ല. ആമേൻ. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, ആമേൻ, ആർക്കും മറക്കാനും സാധിക്കാത്ത ഒരു പ്രധാനപ്പെട്ട സംഭവം. ലോകം യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി. എങ്ങനെയാണ് ലോകം യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയത്? അത് നാം ഒന്ന് മനസ്സിലാക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യേശുവിൻ്റെ വരവിന് വേണ്ടി ലോകത്തെ ഒരുക്കിയതിനെ പറ്റി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഒറ്റ വാക്കിൽ ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ, കാലസമ്പൂർണത വന്നപ്പോൾ, കാലസമ്പൂർണത എന്ന ഒറ്റ വാക്കിൽ, ആമേൻ, ലോകത്തിൻ്റെ പ്രിപ്പറേഷൻ പൗലോസിൻ്റെ മനസ്സിൽ കൊണ്ടുവന്ന്, ചിന്താമണ്ഡലത്തിൽ കൊണ്ടുവന്ന് ഒരു വാക്കെഴുതുകയാണ്, കാലസമ്പൂർണത. ലോകത്തെ ദൈവം ഒരുക്കുകയാണ്. രാഷ്ട്രീയമായ ഒരുക്കം, പൊളിറ്റിക്കൽ പ്രിപ്പറേഷൻ, എല്ലാം വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. ദൈവം ലോകത്തെ രാഷ്ട്രീയമായി ഒരുക്കുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തിൽ അധികാര കേന്ദ്രങ്ങൾ മറിയുമ്പോൾ, ആർക്കും മാറ്റാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന അധികാരം വിട്ടൊഴിയുമ്പോൾ, നിങ്ങൾ മനസ്സിലാക്കണം, അതിൻ്റെ പിന്നിൽ ദൈവിക ഇടപെടലുകളുണ്ട്. സ്തോത്രം. ബാബിലോൺ എന്ന് പറയുന്ന ഒരു വലിയ സാമ്രാജ്യം ഈ ഭൂമി ഭരിച്ചിരുന്നു, ഈ ലോകം ഭരിച്ചിരുന്നു. ബാബിലോൺ സാമ്രാജ്യത്തിന്റെ മഹത്വം സ്വർണവുമായി ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ റോമാ സാമ്രാജ്യത്തിന്റെ ഉറപ്പിനെ ഇരുമ്പുമായി ബന്ധപ്പെടുത്തിയാണ് മനസ്സിലാക്കുന്നത്. ലോകത്തിൽ റോമാ സാമ്രാജ്യം പോലെ ദൈർഘ്യമേറിയ ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
റോമാ സാമ്രാജ്യം എന്ന ഒരു സാമ്രാജ്യത്തെ ദൈവം ഉണ്ടാക്കിയെടുത്തു. എന്തിനാണെന്നറിയാമോ? യേശുവിൻ്റെ വരവിന് വേണ്ടി ദൈവം ലോകത്തെ ഒരുക്കുകയായിരുന്നു. രണ്ടാമത്, ദൈവം ഒരു റിലീജിയസ് പ്രിപ്പറേഷൻ നടത്തി. മതങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായി. ഏറ്റവും പ്രധാനമായി യഹൂദ മതം, ജുഡായിസം, യഹൂദ മതത്തിൽ ചിന്തകളിൽ വ്യത്യാസമുണ്ടായി. ഒരിക്കലും ആത്മാവിനെ പറ്റി, ആത്മാക്കളെ പറ്റി, ഉയർപ്പിനെ പറ്റി ചിന്തിക്കാൻ കഴിയാതിരുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ ആത്മാക്കളെ, ഉയർപ്പിനെ പറ്റിയുള്ള ചിന്താധാരകൾ മനുഷ്യ സമൂഹത്തിൽ ദൈവം കൊടുത്തു. മനുഷ്യന്റെ ബുദ്ധിയിൽ ആ ചിന്തകൾ കൊടുത്തു. ദൈവം ലോകത്തെ ഒരുക്കുകയായിരുന്നു. സാമ്പത്തികമായ ഒരു പ്രിപ്പറേഷൻ ദൈവം നടത്തി. സാമൂഹികമായ ഒരു പ്രിപ്പറേഷൻ ദൈവം നടത്തി. സാംസ്കാരികമായ പ്രിപ്പറേഷൻ ദൈവം നടത്തി. അങ്ങനെ സകലവിധമായ രീതിയിൽ ലോകത്തെ ഒരുക്കിയതിനു ശേഷം യേശു ഈ ഭൂമിയിൽ വരികയാണ്. 1500 വർഷം യേശുവിൻ്റെ വരവിന് വേണ്ടി ലോകമൊരുങ്ങിയെങ്കിൽ, പ്രിയമുള്ളവരെ, എൻ്റെ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1500 വർഷമല്ല, ഏകദേശം 2000 വർഷത്തെ ഒരുക്കമാണ് ലോകത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരുക്കം എന്ന് പറയുന്നത് യേശുവിൻ്റെ വരവിന് വേണ്ടി ലോകത്തെ ഒരുക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സഭാചരിത്രം ഒന്ന് പഠിച്ചാൽ, സഭാചരിത്രത്തിൽ ഈ ഒരുക്കത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് നാം വന്നു നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ആദ്യത്തെ 100 വർഷം എന്ന് പറയുന്നത് അപ്പോസ്തലിക സഭയുടെ കാലഘട്ടമായിരുന്നു. 100 മുതൽ 300 വരെയുള്ള സഭാവർഷം എന്ന് പറയുന്നത് രാജകീയ സഭയുടെ കാലഘട്ടമായിരുന്നു. 300 മുതൽ 500 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് രാജകീയ സഭയുടെ കാലഘട്ടമായിരുന്നു. 100 മുതൽ 300 വരെ പെർസിക്യൂഷൻ ചർച്ച്, ഉപദ്രവിക്കപ്പെടുന്ന സഭ. പെട്ടെന്ന് പോകട്ടെ. 500 മുതൽ 1500 വരെയുള്ള വർഷം എന്ന് പറയുന്നത് മിഡീവൽ ചർച്ച്, മധ്യകാലഘട്ടം. അതും കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ കാണുന്നത് 1500 മുതൽ 1700 വരെ നാം കാണുന്നത് സഭയുടെ ഒരു ഉണർവാണ്, ഉണർവ് കാലഘട്ടമാണ്. 1700 മുതൽ 1850 വരെ നാം നോക്കുമ്പോൾ മിഷണറി സഭയുടെ കാലഘട്ടം നമുക്ക് കാണാൻ കഴിയുന്നു. 1850 മുതൽ ഇന്ന് വരെയുള്ള സഭ ആധുനിക സഭയുടെ കാലഘട്ടമാണ്. അതിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. 1700 മുതൽ 1850 വർഷം എന്ന് പറയുന്നത് മിഷണറി സഭയുടെ കാലഘട്ടമാണെങ്കിൽ 1500 മുതൽ 1700 വരെയുള്ള വർഷം ഉണർവിൻ്റെ സഭയുടെ കാലഘട്ടം, നവോത്ഥാന കാലഘട്ടം. പണ്ഡിതന്മാർ പറയുന്നത് നവോത്ഥാന സഭ, നവോത്ഥാന കാലഘട്ടം ഒരു വലിയ വിജയിച്ച കാലഘട്ടമായിരുന്നില്ല എന്നാണ്. മാർട്ടിൻ ലൂതറും ആൾറിച്ച് സ്വിംഗ്ലിയും ഒക്കെ വളരെ ശക്തമായി ദൈവവചനം പ്രസംഗിച്ച് ദൈവവചനത്തിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുമ്പോൾ സഭ പറയുന്നു അത് ഒരു വിജയിച്ച കാലഘട്ടമായിരുന്നില്ല. എപ്പോഴാ വിജയിച്ച കാലഘട്ടം? വിജയിച്ച കാലഘട്ടം എന്ന് പറയുന്നത് 1700 മുതൽ 1850 വരെ മിഷണറി കാലഘട്ടം. എന്ന് പറഞ്ഞാൽ സഭ വിജയിച്ചു എന്ന് പറയണമെങ്കിൽ സഭ ദൗത്യമേറ്റെടുക്കണം. ദൗത്യമേറ്റെടുത്ത സഭയാണ് വിജയിച്ച സഭ. ഉണർവ് പ്രാപിച്ച സഭയല്ല വിജയിച്ച സഭ. ദൗത്യമേറ്റെടുക്കുന്ന സഭയാണ് വിജയിച്ച സഭ. ഹല്ലേലൂയ.
പ്രിയമുള്ളവരെ, ഇന്ന് പകൽ കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഞാൻ വളരെ ശക്തമായി സഭയെ പ്രബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഹല്ലേലൂയ, നോക്കൂ, ദൈവം നോക്കുമ്പോൾ സഭ മിഷണറിമാരെ അയക്കണം. എനിക്ക് മുമ്പ് സംസാരിച്ച ദൈവദാസൻ ആ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു. ഇന്ന് പകൽക്കാലം ആമേൻ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, നമ്മുടെ സഭയിൽ നിന്നും ആമേൻ മിഷണറിമാർ പുറപ്പെടട്ടെ. ആമേൻ നമ്മുടെ സഭകളിൽ നിന്നും സുവിശേഷകന്മാർ എഴുന്നേൽക്കട്ടെ. സുവിശേഷകന്മാർ, ദൈവത്തിൻ്റെ വചനവുമായി പുറപ്പെടുന്ന സുവിശേഷകന്മാർ ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കട്ടെ. ഈ കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, മോഡേൺ ചർച്ച് അവസാന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലെ ഒരു സവിശേഷതയാണ് പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുടെ വളർച്ച. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ, ചില പ്രസംഗകർ പറയുന്ന ഒരു വാക്കുണ്ട്, ഇതൊരു വേവാണ്, ഒരു തരംഗമാണ്. പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഒരു തരംഗമാണ്. ചില തരംഗങ്ങൾ ഉണ്ടായി, ആ തരംഗങ്ങൾക്ക് ശേഷം അതുപോലെ മറ്റൊരു തരംഗം. പക്ഷെ ഞാൻ വളരെ ആത്മാർത്ഥമായി പറയുന്നു, പെന്തക്കോസ്ത് പ്രസ്ഥാനം, പെന്തക്കോസ്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നത് ഏതെങ്കിലും തരംഗങ്ങളുടെ കൂടെ വരുന്ന ഒരു തരംഗമല്ല. ദിസ് ഈസ് ദ ലാസ്റ്റ് വേവ്. ഇതാണ് അവസാനത്തെ തരംഗം. ഇനി ഒരു തരംഗം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഇനി ഒരു ആമേൻ ഉണർവ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇനി പ്രതീക്ഷിക്കേണ്ടത് യേശുവിൻ്റെ വരവാണ്. ആമേൻ, യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്ത് ആസന്നമായിരിക്കുകയാണ്. ലോകത്തെ ദൈവം ഒരുക്കുകയാണ്. ലോകത്തെ ദൈവം ഒരുക്കുകയാണ്. യേശുവിൻ്റെ ഒന്നാമത്തെ വരവിന് വേണ്ടി 1500 വർഷങ്ങൾ ഭൂമിയെ ഒരുക്കിയതുപോലെ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ആമേൻ ഭൂമിയെ, ലോകത്തെ ദൈവം ഒരുക്കുകയാണ്. ഫിലോസഫിക്കൽ ഡെവലപ്മെന്റ്, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പോസ്റ്റ് മോഡേണിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം. കേൾക്കുമ്പോൾ വലിയ മനോഹരമായി തോന്നും. ഉത്തരാധുനികത, ഉത്തരാധുനിക എഴുത്തുകൾ എന്നൊക്കെ കേൾക്കുമ്പോൾ ശരിയാണ്. സാധാരണ നിലയിൽ മാനുഷികമായ ചിന്തകൾ വെച്ച് നമ്മളതിനെ നോക്കുമ്പോൾ മിക്കവാറും ഈ പോസ്റ്റ് മോഡേണിസം പറയുന്ന പല വാദഗതികളും ശരിയാണ് എന്ന് നമുക്ക് തോന്നും. സ്ത്രീത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രത്യേക ഫിലോസഫി, അടിച്ചമർത്തപ്പെട്ടവർക്ക് പ്രാധാന്യത കൊടുക്കുന്ന, അവരുടെ ഐഡന്റിറ്റിയിൽ അവർ സന്തോഷിക്കുന്ന ഒരു പ്രത്യേക താത്വികമായ രീതിശാസ്ത്രം. പക്ഷേ ഈ പോസ്റ്റ് മോഡേണിസത്തിനും ഈ പോസ്റ്റ് സ്ട്രക്ചറലിസത്തിനും ഒരു പ്രശ്നമുണ്ട്. ഇവർ ഒരു സ്ട്രക്ചറിനെ അംഗീകരിക്കുന്നില്ല. ഇവർ പറയുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, there is no ultimate truth. ശരിയായ ഒരു സത്യമില്ല. എല്ലാം റിലേറ്റീവാണ്, ആപേക്ഷികമാണ്. എല്ലാം ആപേക്ഷികമാണെന്ന് പറഞ്ഞാൽ, ശരിയായ ഒരു സത്യം ഇല്ല എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ദൈവവചനമെന്ന ആമേൻ അടിസ്ഥാനപരമായ ആ സത്യത്തെ അവഹേളിക്കുന്നതാണ്, അതിനെ മറയ്ക്കാൻ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, യേശു പറഞ്ഞു, മനുഷ്യപുത്രന്റെ വരവിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നുള്ള ചോദ്യം ആമേൻ ഈ ഫിലോസഫി ആമേൻ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോൾ അവർക്കും തോന്നും, ശരിയല്ലേ, ഞാൻ ചിന്തിക്കുന്നത് ശരിയല്ലേ, സത്യമല്ലേ എന്ന് തോന്നും. ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കാനും
ദൈവവചനത്തിൻ്റെ ആധികാരികത നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും നാം തയ്യാറാകണം. ഹല്ലേലൂയ. റോമൻ യുഗത്തിൽ വലിയ ഹൈവേകൾ ഉണ്ടാക്കിയെങ്കിൽ ഇന്ന് ഡിജിറ്റൽ ഹൈവേകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇന്ന് ഗ്ലോബൽ ലാംഗ്വേജ്, അന്ന് യവനായ ഭാഷ ഉണ്ടായെങ്കിൽ ഇന്നൊരു ഗ്ലോബൽ ലാംഗ്വേജ് ഉണ്ടാകുകയാണ്. ഇൻസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ, വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു ആശയവിനിമയ വിപ്ലവം നടക്കുകയാണ്. വൺ എക്കോണമി, എക്കോണമി, സാമ്പത്തിക അവസ്ഥയിലേക്ക് ലോകം മാറുകയാണ്. പണ്ട് ബാർട്ടർ സമ്പ്രദായമായിരുന്നു. ബാർട്ടർ സമ്പ്രദായം മാറി കോയിൻ വന്നു. കോയിൻ മാറി പേപ്പർ മണി വന്നു. പേപ്പർ മണി മാറി പ്ലാസ്റ്റിക് മണി വന്നു. പ്ലാസ്റ്റിക് മണി മാറി ഡിജിറ്റൽ മണിയായി. ഇന്ന് ഈ ഒരു സാധനമുണ്ടെങ്കിൽ പേഴ്സ് പോലും വേണ്ട. നോക്കൂ, ആ നിലയിൽ ലോകം മാറുകയാണ്. ലോകം മാറുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ലോകം മാറുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ ചില സംഭവങ്ങൾ അത് നടക്കണമെങ്കിൽ ലോകം മാറിയേ മറ്റുള്ളൂ. ആമേൻ. എൻ്റെ യേശുവിൻ്റെ വരവിന് വേണ്ടി ലോകം ഒരുക്കപ്പെടുകയാണ്. ലോകം ഒരുക്കപ്പെടുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡിജിറ്റൽ ടാറ്റൂയിങ്. ടാറ്റൂ അടിച്ചവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡിജിറ്റൽ ടാറ്റൂയിങ് എന്നൊരു സംഭവം വരികയാണ്. എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഫോണിന് പകരം നമ്മുടെ ശരീരത്തിൽ ടാറ്റൂ അടിച്ച് മൊബൈൽ തരും. പിന്നെ മൊബൈൽ വേണ്ട, ഈ ടാറ്റൂ നിങ്ങൾക്ക് മൊബൈലായി ഉപയോഗിക്കാം. അതിനേക്കാളും മറ്റൊരു കാര്യം നടക്കുകയാണ്. പരീക്ഷണം നടക്കുകയാണ്. നമ്മൾ ഈ പഠിക്കുന്ന പാഠഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ടാബ്ലറ്റ് പരമാക്കുകയാണ്. ഉദാഹരണം, ചർച്ച് ഹിസ്റ്ററി. മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ചോദിക്കും, ചർച്ച് ഹിസ്റ്ററിയുടെ ഒരു ടാബ്ലറ്റ് തരാമോ? ചർച്ച് ഹിസ്റ്ററിയുടെ ടാബ്ലറ്റ് വാങ്ങി കഴിച്ചാൽ ചർച്ച് ഹിസ്റ്ററി എല്ലാം തലമണ്ടയിൽ കയറും. ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു ടാബ്ലറ്റ് വേണം. ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ടാബ്ലറ്റ് വാങ്ങിക്കഴിച്ചാൽ നമ്മുടെ ഈ ബ്രെയിനിലെല്ലാം ഇന്ത്യൻ ഹിസ്റ്ററിയും കയറും. ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തിലേക്ക് ലോകം പോവുകയാണ്. സ്തോത്രം. തിയോളജി ഫോർ ടെക്നോളജി ആവശ്യമായി വരുന്നു. തിയോളജി ഫോർ ടെക്നോളജി. ഞാൻ പറയുന്നത് പ്രിയമുള്ളവരെ, ഇതെല്ലാം ലോകത്തിൻ്റെ ഒരുക്കം. ലോകത്തിൻ്റെ ഒരുക്കം. ലോകം ഇങ്ങനെ ഒരുങ്ങുമ്പോൾ എൻ്റെ ചോദ്യം, സഭ ഒരുങ്ങിയിട്ടുണ്ടോ? സഭ ഒരുക്കപ്പെടുന്നുണ്ടോ? ആമേൻ. ലോകം ഒരുങ്ങുന്നു. ലോകം ആമേൻ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ, അതിൻ്റെ ആമേൻ പൂർത്തീകരണത്തിന് വേണ്ടി ലോകം ഒരുങ്ങുന്നു. AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നമുക്കൊക്കെ അത്യാവശ്യം അറിയാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹ്യൂമൻ ഇൻ്റലിജൻസിലേക്ക് മാറാൻ തയ്യാറെടുക്കുന്നു. ഹ്യൂമൻ ഇൻ്റലിജൻസ്, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹ്യൂമൻ ഇൻ്റലിജൻസ് ആയി മാറിയതിന് ശേഷം അത് സൂപ്പർ ഇൻ്റലിജൻസ് ആയി മാറാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരേ ലോകക്രമം ഒരുവൻ ഭരിക്കും. എനിക്ക് എൻ്റെ കണ്ണിന് അറിയാനും ഓർത്തു വയ്ക്കാനും പരിമിതിയുണ്ട്. പരിമിതി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഫോട്ടോ ഡയറക്ടറി ഇറക്കുന്നത്. 1000-1500 പാസ്റ്റർമാരെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ എളുപ്പമല്ല. ഫോട്ടോ കണ്ടാൽ നമുക്ക് അല്പമൊക്കെ റെക്കഗ്നൈസ് ചെയ്യാം. ഒരു മനുഷ്യന് മാക്സിമം 5000 അല്ലെങ്കിൽ 10000 ഒന്നും ആരുടെയും മനസ്സിൽ പതിഞ്ഞു വരും എന്ന് ഇരിക്കില്ല. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൂപ്പർ ഇൻ്റലിജൻസായി മാറിക്കഴിയുമ്പോൾ കോടിക്കണക്കിന് മുഖങ്ങളെ
തിരിച്ചറിയാൻ കഴിയും. കോടിക്കണക്കിന് മുഖങ്ങളെ, ഈ മുഖങ്ങളെ തിരിച്ചറിഞ്ഞ് അവർക്ക് ഡിജിറ്റൽ നമ്പറിംഗ് കൊടുത്ത് അതിനെ നിയന്ത്രിക്കാൻ കഴിയും. അത്തരത്തിൽ ലോകം മാറുമ്പോൾ പിന്നെയും എൻ്റെ ചോദ്യം, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ, നാം ഒരുങ്ങുകയാണോ? നമ്മുടെ ഒരുക്കം, സഭയുടെ ഒരുക്കം, ആമേൻ, ഏതുവരെ എത്തി നിൽക്കുന്നു എന്ന് ഇന്ന് ആമേൻ നാം മനസ്സിലാക്കണം, നാം ചിന്തിക്കണം. സഭയുടെ ഒരുക്കം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഹല്ലേലൂയ. സഭയുടെ ഒരുക്കം, ആമേൻ. എങ്ങനെയാണ് സഭ ഒരുങ്ങേണ്ടത്? സഭ ഒരുങ്ങേണ്ടത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ആമേൻ. പ്രത്യാശ നമുക്ക് പ്രചോദനമായി മാറണം. സഭയുടെ ഒരുക്കത്തിന് പ്രത്യാശ നമുക്ക് പ്രചോദനമായി മാറണം. ആമേൻ. സഭയുടെ ഒരുക്കത്തിന്, ഹല്ലേലൂയ, വിശ്വസ്തത ഒരു പ്രചോദനമായി മാറണം. സഭയുടെ ഒരുക്കത്തിന്, ആമേൻ, ക്ലേശങ്ങൾ പ്രചോദനമായി മാറണം. ഞാനും നിങ്ങളും അനുഭവിക്കുന്ന, ആമേൻ, പ്രതിസന്ധികൾ, ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ദുഃഖങ്ങൾ, ആമേൻ, അതൊരു പ്രചോദനമായി മാറണം. ഞാൻ ഒരു വാക്യം, ആമേൻ, വേഗത്തിലൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. റോമാലേഖനം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ആ വാക്യം, അതിൻ്റെ ശരിയായ തർജ്ജിമ ഗ്രീക്ക് ഭാഷയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്യുമ്പോൾ ആ ഇംഗ്ലീഷ് തർജ്ജിമ കുറെ കൂടെ കൃത്യമാണ്. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: I consider that our present suffering are not worth to comparing with the glory that we will be revealed in us. That will be revealed in us. എന്ന് പറഞ്ഞാൽ, ഇന്ന് ഇവിടെ നാം അനുഭവിക്കുന്ന സഫറിങ്, ക്ലേശങ്ങൾ, കഷ്ടപ്പാടുകൾ, അതിനെ ഇനി വരാനുള്ള മഹിമയുമായി താരതമ്യം ചെയ്ത് വിലമതിക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. താരതമ്യം ചെയ്യാൻ കഴിയില്ല. ഇന്ന് പകൽ മനസ്സിലാക്കണം, ഈ താരതമ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങാറുണ്ട്. സ്വർണം വാങ്ങും. സ്വർണം വാങ്ങുമ്പോൾ 1 ഗ്രാം നമ്മളൊന്നും വാങ്ങാറില്ല, എന്നാലും പറയുക, 1 ഗ്രാം, 2 ഗ്രാം, 3 ഗ്രാം, ഇതാണ് അതിൻ്റെ അളവ്. ഈ കടുകും ജീരകവും ഒക്കെ വാങ്ങും, 100 ഗ്രാം, 200 ഗ്രാം, അതാണ് അതിൻ്റെ അളവ്. നമ്മൾ അരി വാങ്ങുമ്പോൾ അതിൻ്റെ അളവ് 5 കിലോ, 10 കിലോ, 50 കിലോ. മണലിറക്കും, 1 ലോഡ് മണലാണ്. ആരും 1 ലോഡ് സ്വർണ്ണമൊന്നും വാങ്ങാറില്ല. മനസ്സിലായോ? കമ്പയർ ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന ക്ലേശത്തെ വരാൻ പോകുന്ന മഹത്വവുമായി കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം ആമേൻ, അത് നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ്, നമ്മുടെ മനസ്സിലാക്കലുകൾക്ക് അതീതമാണ്. ആമേൻ, നമ്മുടെ ബുദ്ധി മണ്ഡലങ്ങൾക്ക് അതീതമാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ ആമേൻ, ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ, ആമേൻ, ക്ലേശങ്ങൾ പ്രചോദനമായി മാറണം. സഭ സ്വഭാവത്തിൽ ശുദ്ധമാകണം, സാക്ഷ്യത്തിൽ ശക്തമാകണം, മിഷനിൽ സജീവമാകണം. സഭ മിഷനിൽ സജീവമാകണം. മിഷൻ ഇല്ലാത്ത സഭ ഡെഡ് ചർച്ച്. മിഷൻ ഇല്ലാത്ത സഭ ഡെഡ്, മരിച്ച സഭയാണ്. ആമേൻ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഈ കൺവെൻഷൻ കഴിഞ്ഞ് പോകുമ്പോൾ ആമേൻ, നമ്മുടെ ഉള്ളിൽ ഇന്നലകളിൽ ആമേൻ നാം ദൈവവചനം പഠിച്ചിറങ്ങിയപ്പോൾ, പഠിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ദൗത്യത്തിന്റെ വിളി, ആമേൻ, അവര് അത് പുനരുജ്ജീവിക്കട്ടെ. ഹല്ലേലൂയ. യേശു വരണം.
ലോകം ഏകദേശം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ലോകം ഏകദേശം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സഭ ഒരുക്കപ്പെട്ടോ എന്നുള്ളതാണ് ചോദ്യം. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സർവ്വലോകത്തിലും പ്രസംഗിക്കപ്പെടുമ്പോൾ അവസാനം വരും. എന്തുകൊണ്ട് അവസാനം വരുന്നില്ല? എന്തുകൊണ്ട് വരുന്നില്ല? ദൈവത്തിൻ്റെ കഴിവുകേടല്ല, സഭ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാത്തത് കൊണ്ട്. ആമേൻ. ദൈവം ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ഓവർസിയർ പറഞ്ഞതുപോലെ വെട്ടട്ടോ എന്ന ചോദ്യം മാറ്റിവെച്ചിരിക്കുകയാണ് കർത്താവ്. ആമേൻ. വരുന്നത് മാറി മാറി പോകാനുള്ള കാരണം അത് ഞാനും നിങ്ങളുമാണ്. ഞാനും നിങ്ങളും അതിൻ്റെ ഉത്തരവാദിയാണ് എന്ന് ഇന്ന് പകൽ സഭ മനസ്സിലാക്കട്ടെ. ഹല്ലേലൂയ. ദൈവം കാത്തിരിക്കുക. അവസാന ഗോത്രത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ദൈവം കാത്തിരിക്കുകയാണ്. അവസാന ഗ്രാമത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ദൈവം കാത്തിരിക്കുകയാണ്. അവസാന ആത്മാവിന് വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ്. ആമേൻ. ഇന്ന് പകൽ അത് നമ്മുടെ ദൗത്യമാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാൻ കഴിയില്ല. വളരെ വേഗത്തിൽ ഞാൻ മുമ്പോട്ട് പോകട്ടെ. എന്താ നാം ചെയ്യേണ്ടത്? തിടുക്കമുണ്ടാകണം. തിടുക്കമുണ്ടാകണം. എന്തുകൊണ്ട് തിടുക്കമുണ്ടാകണം? യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനം നാം വായിക്കുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. അതിൻ്റെ 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ കഷ്ടതയിലൂടെ നാം വളരണം. സഭ വളരണം. സ്തോത്രം. 1-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ വചനം സൗമ്യതയോടെ കൈക്കൊള്ളണം. വചനം സൗമ്യതയോടെ കൈക്കൊള്ളണം. 2-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ധാരാളമായി സ്നേഹിക്കണം. നമ്മുടെ സ്നേഹം ധാരാളമായ സ്നേഹം ഉണ്ടാകണം. 2-ാം അധ്യായം 15 മുതൽ 17 വരെ വാക്യം വായിക്കുമ്പോൾ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ ഉണ്ടാകണം. സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ ഉണ്ടാകണം. ആമേൻ. പിന്നെയും നാം മുമ്പോട്ട് പോകുമ്പോൾ 4-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ കൂടെ നിൽക്കണം. ദൈവത്തിൻ്റെ കൂടെ നാം നിൽക്കണം. ആമേൻ. 4-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ നന്മ ചെയ്യുന്നവരായി മാറണം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സഭയുടെ ദൗത്യമാണ് തിടുക്കത്തോടെ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ആമേൻ. ഒതുക്കത്തിലിരുന്ന് പതിയെ ചെയ്യാനുള്ളതല്ല, വേഗത്തിൽ ചെയ്തു തീർക്കാനുള്ളതാണ്. കാരണം നമ്മുടെ മുമ്പിൽ സമയം വളരെ പരിമിതമാണ്. ഒരുക്കപ്പെട്ട സഭ എന്ന് പറയുന്നത് ദൗത്യ നിർവഹണത്തിന് മുൻതൂക്കം കൊടുക്കുന്ന സഭയാണ്. ഞാനൊരു കാര്യം വേഗത്തിൽ ഓർപ്പിക്കട്ടെ. കേരളത്തിൽ ഏകദേശം 18 മുതൽ 20% വരെ ക്രിസ്ത്യാനികളുണ്ട്. 2000 വർഷത്തെ പാരമ്പര്യം. 2000 വർഷത്തെ പാരമ്പര്യം. പക്ഷേ സഭയില്ലാത്ത അനേക ഇടങ്ങളുണ്ട്. സഭയില്ലാത്ത അനേക ഇടങ്ങളുണ്ട്. വിമർശിക്കാനൊന്നും ഞാൻ ആളല്ല. ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. ഞാൻ മിക്കവാറും തിരുവനന്തപുരത്ത് നിന്ന് വടക്കോട്ട് യാത്ര ചെയ്യുന്നയാളാണ്. വട്ടപ്പാറ മുതൽ ആയൂർ വരെ ഒരു സഭ നമുക്കില്ല. ചർച്ച് ഓഫ് ഗോഡിന് സഭയില്ല. ഇറ്റ്സ് എ ഫാക്റ്റ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ 2026 103ാമത് കൺവെൻഷനിൽ ഒരു വെല്ലുവിളി വയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ദൗത്യ നിർവഹണം നമ്മുടെ ആമേൻ അത്യാവശ്യമായി നാം ചെയ്യേണ്ട കാര്യമാണ്. സ്തോത്രം. ഒരുപാട് ഇടങ്ങളിൽ ആമേൻ ആയിരക്കണക്കിന് മനുഷ്യർ, കുടിയേറ്റക്കാർ ഇവിടെയുണ്ട്. മത്സ്യത്തൊഴിലാളികളുണ്ട്. ആദിവാസികളുണ്ട്. ഇവരെല്ലാം ഭാഷകളുള്ളവരാണ്. ഭാഷകളുണ്ടെങ്കിലും സുവിശേഷമില്ലാത്ത ഒരുപാട് പേർ. സ്തോത്രം. ഭാഷയുള്ളിടത്ത് സുവിശേഷം എത്തണം. ഭാഷ ഇല്ലാത്തിടത്ത് സുവിശേഷം എത്തുന്നു.
ഭാഷ ഉള്ളിടത്ത് സുവിശേഷം എത്തുന്നു. ക്യാമ്പസുകൾ, IT പാർക്കുകൾ, ബുദ്ധിയുണ്ട്, യേശുവില്ല. ആമേൻ. ബുദ്ധിയുള്ള ഇടത്ത് യേശു എത്തണം. ബുദ്ധിയുള്ള ഇടങ്ങളിൽ യേശു എത്തണം. ആമേൻ. അത് നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ വെല്ലുവിളിയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, ഇന്ന് യേശു വന്നാൽ എത്ര പേർ ഇത് കേൾക്കാതെ കൈവിടപ്പെട്ടു പോകും? ബോബി സാർ പറഞ്ഞ കഥ നിങ്ങൾ ഓർക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആരെങ്കിലുമൊക്കെ കൈവിടപ്പെട്ടു പോയാൽ അതിൻ്റെ ഉത്തരവാദി ഞാനും നിങ്ങളുമാണ്. മറന്നു പോകരുത്. ഹല്ലേലൂയ. ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ഓരോ സഭയും ഒരു മിഷൻ സെൻ്ററായി മാറണം. ഓരോ സഭയും ഒരു മിഷൻ സെൻ്ററായി മാറണം. ഓരോ വിശ്വാസിയും ഒരു സാക്ഷിയായി മാറണം. ഓരോ വിശ്വാസിയും ഒരു സാക്ഷിയായി മാറണം. ഓരോ യുവാവും യുവതിയും ഒരു ദൂതനായി മാറണം. ആമേൻ. ഓരോ കൺവെൻഷനും മിഷൻ തീരുമാന വേദിയായി മാറണം. അങ്ങനെയാകുമ്പോഴാണ് ആമേൻ നമ്മുടെ സഭകൾ വിജയിക്കുന്നത്, നമ്മുടെ കൺവെൻഷനുകൾ വിജയിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം വെറുതെ വന്ന് ആമേൻ ഇവിടെ ഈ കുത്തി ഇരുന്നിട്ട് പോകുകയല്ല. ആമേൻ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു കത്തലുണ്ടാകട്ടെ, നമ്മുടെ ഉള്ളിലൊരു തീ ഉണ്ടാകട്ടെ, നമ്മുടെ ഉള്ളിൽ തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ. റാപ്ചർ മാത്രം കാത്തിരിക്കുന്ന ഒരു സഭ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. വിളയിൽ പ്രവർത്തിക്കുന്ന സഭ. ഹല്ലേലൂയ. ഉൽപ്രാപണത്തിന് വേണ്ടി, യേശുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സഭ അവിടെയല്ല, വിളയിൽ പ്രവർത്തിക്കുന്ന. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ സീനിയർ ശുശ്രൂഷകന്മാരുടെ ആ മീറ്റിങ്ങിൽ ഒരു ദൈവദാസൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നതായിരിക്കും. പണ്ടൊക്കെ വയലിലെ വേല, ഇപ്പോഴെല്ലാം മുന്തിരിത്തോട്ടത്തിൽ. സ്തോത്രം. വിളയിലെ വേല അത് പ്രധാനമാണ്. അവിടെ അധ്വാനിക്കേണ്ടി വരും, അവിടെ വിയർപ്പൊഴുക്കേണ്ടി വരും. ആമേൻ. ഇന്ന് പകൽ നമുക്ക് ചിലത് ചെയ്യാൻ തയ്യാറാകാം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ കഴിയണം. ആ ഒരു കാര്യം കൂടെ വേഗത്തിലൊന്ന് പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോയി വേഗത്തിൽ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. സഖറിയ പ്രവചനം വായിക്കുമ്പോൾ അവിടെ നാം ഒരു ഭാഗം ഇങ്ങനെ വായിക്കുകയാണ്. സഖറിയ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിനെ മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതാനും. പ്രിയമുള്ളവരെ, ആമേൻ. യെരുശലേമിൻ്റെ തകർച്ചയ്ക്ക് മുമ്പ് യെരുശലേം തകരാൻ പോവുകയാണ്. തകരാൻ പോകുന്ന ആ യെരുശലേമിൻ്റെ തകർച്ചയ്ക്ക് മുമ്പ് ആമേൻ ദൈവം ഇങ്ങനെ നോക്കുകയാണ്. ഇടിവിൽ നിൽക്കാൻ ഒരു പുരുഷൻ. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ കരയാൻ കഴിയുന്ന സാമർത്ഥ്യമുള്ള സ്ത്രീകളെ വിളിക്കുവിൻ. അവർ കാശ് വാങ്ങി കരയുന്നവരാണ്. കാശ് വാങ്ങി കരയുന്നവരല്ല. ഇവിടെ ഇതാ ഇടിവിൽ നിന്ന് കരയുന്ന പുരുഷന്മാരെ നോക്കുന്നു. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സഭയിലെ സഹോദരന്മാരോട് പറയണം, ആമേൻ, പ്രാർത്ഥിക്കാൻ പറയണം. നമ്മുടെ സഭയിലെ സഹോദരന്മാർ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കട്ടെ. ആമേൻ. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ദേശത്തിന്റെ വിടുതലിനായി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ജീവൻ പണയവയ്ക്കാൻ പോലും തയ്യാറാകണം. ജീവന് അപകടമുണ്ടെന്ന് കണ്ടാൽ നമ്മൾ കൊടിപിടിക്കാനും രാഷ്ട്രീയക്കാരുടെയും പിന്നാലെ ഓടുന്നു. ചങ്കും നെറ്റി കൊടുക്കാൻ തയ്യാറായി ഇന്ന് പകൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം.
ഹല്ലേലൂയ. ഒരു യുവരക്തം നമുക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടി സ്വന്തം ജീവൻ ആമേൻ കാൽവരി കൊലമളത്തിൽ സമർപ്പിക്കാൻ തയ്യാറായെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും യേശുവിന് വേണ്ടി ജീവൻ വെടിയാൻ തയ്യാറാകണം. ഹല്ലേലൂയ. വിശുദ്ധന്മാർ, 1-ാം നൂറ്റാണ്ടിലെയും 2-ാം നൂറ്റാണ്ടിലെയും വിശുദ്ധന്മാരെ കെട്ടിയിട്ട് പച്ചയ്ക്ക് കത്തിക്കാൻ നോക്കുമ്പോൾ അവരോട് പറയുക, നിനക്കിപ്പോൾ രക്ഷപ്പെടാം, യേശുവിനെ തള്ളി പറയാം. എൻ്റെ യേശു എനിക്ക് നന്മയല്ലാതെ തിന്മയൊന്നും ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ യേശുവിനെ തള്ളി പറയും? ഹല്ലേലൂയ. ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കതിനായി സമർപ്പിക്കാം. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. സഭയുടെ നിലനിൽപ്പ് മിഷനാണ്. സഭയുടെ ശ്വാസം മിഷനാണ്. സഭയുടെ ഭാവി മിഷനാണ്. മിഷനില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഒരുങ്ങാം. ഒരു സംഭവ കഥ കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. ഗംഗയുടെ തീരത്തൂടെ, ഇന്നല്ല ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു മനുഷ്യൻ ട്രാക്ട് കൊടുത്ത് നടന്നു. കുറെ കഴിഞ്ഞ് അദ്ദേഹം പിന്നെയും ട്രാക്റ്റുമായി വരുമ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഒരാൾക്കൂട്ടം കണ്ടു. സ്വാഭാവികമായും ആൾക്കൂട്ടം കാണുമ്പോൾ അതെന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ടാകും. ഈ വ്യക്തിയും അങ്ങോട്ട് പോയി. എന്താണ് നടക്കുന്നത്? ഒരു സഹോദരി നിലവിളിക്കുകയാണ്. അവരുടെ കയ്യിലൊരു ചെറിയ പേപ്പറുണ്ട്. ഈ പേപ്പർ തന്ന ആൾ, അദ്ദേഹം എവിടെയെന്ന് പറഞ്ഞാണ് കരയുന്നത്. ഇദ്ദേഹം അങ്ങോട്ട് പോയി. എന്താ സഹോദരി എന്ന് ചോദിച്ചു. ആ സഹോദരിയോട്, ഞാൻ ആണ് ഈ പേപ്പർ തന്നയാൾ. ഈ സഹോദരി പറഞ്ഞു, ഞാൻ ഈ പേപ്പർ വായിച്ചു. എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ഒരുപാട് ദുരിതമായിരുന്നു. ഞാനൊരു മനുഷ്യനെ പോയി കണ്ടു. എനിക്ക് വലിയ ദുരിതമാണെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഈ കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞു കളയൂ, നിന്റെ ദുരിതം തീരുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞു. അവനെങ്ങോ പോയി മരിച്ചു പോയി കാണും. അത് കഴിഞ്ഞപ്പോഴാണ് ഈ പേപ്പർ കഷ്ണം കിട്ടുന്നത്. ഞാനത് വായിച്ചു. വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ കുഞ്ഞിനെ എറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദുരിതം തീരില്ല. ഇത് വായിച്ചപ്പോൾ എനിക്ക് രക്ഷയെപ്പറ്റി മനസ്സിലായി. എന്നിട്ട് ആ സ്ത്രീ ആ വ്യക്തിയോട് പറഞ്ഞു, വേർ യു ബിഫോർ 30 minutes? 30 മിനിറ്റ് മുമ്പ് താങ്കൾ എവിടെയായിരുന്നു? 30 മിനിറ്റ് മുമ്പ് എനിക്ക് ഈ പേപ്പർ കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ മകൻ മരിക്കില്ലായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ അടുത്ത പലയിടങ്ങളിലും ആമേൻ നമ്മെ കാത്തിരിക്കുന്ന ചിലരുണ്ട്. നിങ്ങൾ താമസിക്കുന്ന 30 നിമിഷം ചില ജീവൻ പോകാൻ വരെ കാരണമാകും. ഇന്ന് പകൽക്കാലം തീരുമാനമെടുക്കാം, ഞാൻ പോകും. ഞാൻ പോകാത്തത് കൊണ്ട് ഒരു ജീവനും നഷ്ടമാകരുത്. ഹല്ലേലൂയ. സഭ ദൗത്യം മറക്കരുത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഒരു തീരുമാനത്തിൽ നമുക്കെത്താം. കർത്താവെ, ഈ ദൗത്യത്തിന് എന്നെ സമർപ്പിക്കുന്നു. ജീവനെങ്കിൽ ജീവൻ വയ്ക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു നിമിഷം സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ കേൾപ്പിക്കുന്ന നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ഇവിടെ പ്രസംഗിക്കപ്പെടുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവനും ഭക്തിക്കും പ്രയോജനകരമായി തീരട്ടെ കർത്താവേ. ഞങ്ങളുടെ കൺവെൻഷൻ പന്തലുകൾ ദൈവമേ സമർപ്പണത്തിൻ്റെ ഇടങ്ങളായി മാറട്ടെ കർത്താവേ. സ്വർഗം അങ്ങനെ ചെയ്യുന്നതേക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എനിക്ക് സമയം അനുവദിച്ച പ്രിയ കർത്താവിൻ്റെ ദാസൻ, നമ്മുടെ സ്റ്റേറ്റ് ഓവർസിയർ, നമ്മുടെ